രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറാക്കാന്ന് വിചാരിച്ചു. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ്, ക്യാരറ്റ് പുട്ടും അതോടൊപ്പം തന്നെ ചെറുപയറും. അങ്ങനെ നമ്മൾ ചെറുപയർ ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. സവോളയും നല്ല മണമുള്ള നാടൻ പച്ചമുളകും കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് അതങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ക്യാരറ്റ് പുട്ടിന് നമ്മൾ ക്യാരറ്റ് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. പക്ഷേ ഇതാവുമ്പോൾ ക്യാരറ്റ് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചി ഉണ്ടാവുമേ. എന്നിട്ട് നമുക്ക് കുറച്ച് ഓട്സും അതുപോലെ തന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ അത് അതുപോലെ പൊടിഞ്ഞു പൊടിഞ്ഞ് പുട്ടിനുള്ള പൊടിയായിട്ട് വരും. ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ പുട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പുട്ട് നമ്മൾ ആവിയിൽ ഇനി സാധാരണ കുറച്ച് തേങ്ങയും പിന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ക്യാരറ്റും ഓട്സും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി തേങ്ങ വെച്ച് സാധാരണ ചിരട്ടപ്പൂട്ടിൻ്റെ പാത്രത്തിൽ ഞാൻ ഇതിനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചെറുപയർ 1-2 വിസിലോട് കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് അരപ്പ് വേണം കേട്ടോ. അരപ്പിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കണ്ട. നാളികേരം കുറച്ച് ജീരകവും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് പൊടികൾ ചേർക്കേണ്ടത് കേട്ടോ. കറിവേപ്പില നമ്മുടെ വീട്ടിൽ ധാരാളം ഉള്ള കാരണം കൊണ്ട് അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തോ. എന്നിട്ട് നമുക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട് പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ പയർ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി സെറ്റായിട്ടോ. ഇതിൽ ഉള്ളി കാച്ചിടുന്നവരും കടുക് പൊട്ടിച്ചിടുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം പുട്ടിന് ഇത്രയ്ക്ക് തന്നെ ധാരാളമാണ്. ഇനി നല്ല ആവി പറക്കണ പുട്ട്, അതിൻ്റെ ഉള്ളിലേക്ക് 2 പപ്പടം, പിന്നെ നമ്മുടെ ചെറുപയർ കറി. എൻ്റെ സാറേ വേറെ എന്ത് വേണം? സംഭവം സെറ്റാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ.